നെഞ്ചിൽ കുടിയിരിക്കും. ആക്ച്വലി ഞങ്ങളുടെ ലേറ്റ് റിയാക്ഷനിലേക്ക് അല്ലേ, ലൈറ്റ് ആവുമ്പോൾ ലേറ്റസ്റ്റ് ആവും. ഇന്ന് മുതൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ സെക്ഷനാണ് ലേറ്റ് റിയാക്ഷൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലേറ്റ് ആയി പോയല്ലോ, ഒരാഴ്ച ലേറ്റ് ആയി പോയി, റിയാക്ഷൻ ഇറക്കാൻ പറ്റത്തില്ല. അതെ, അതുകൊണ്ട് നമുക്ക് ലേറ്റ് റിയാക്ഷൻ ജനനായകൻ്റെ ഫസ്റ്റ് റോർ, അതായത് നമ്മുടെ തളപതി വിജയുടെ അവസാന ചിത്രം ഇതുവരെ അവസാനത്തെ ചിത്രം. മമിത പറഞ്ഞു എന്നും പറഞ്ഞൊരു സാധനം വരുന്നത് ഇപ്പോൾ മമിത പറഞ്ഞു. അതിന് തമിഴ്നാട്ടിൽ ഒരു റിവ്യൂവർ പറയുന്നുണ്ട്, മമിത അത് പറയാൻ പാടില്ലായിരുന്നു, വളരെ പേഴ്സണലായിട്ട് തളപതി പറഞ്ഞല്ലേ, അതങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു റിവ്യൂവർ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അല്ല, മമിത പറഞ്ഞു എന്നുള്ളത് പോലും അറിയില്ലല്ലോ. ആർക്കാ ഒരാഗ്രഹമാണെങ്കിലും മമിത പറഞ്ഞു ഇപ്പൊ ഇത് അടിച്ചിറക്കാമല്ലോ ഇങ്ങനെ. അല്ല, മമിത പറഞ്ഞിരുന്നല്ലോ, മമിത മറ്റേ അവിടെ ഷോയ്ക്ക് പറഞ്ഞ പറഞ്ഞാണ്. ഞാൻ മറ്റേ ഇതിന്റെ ഇതേ കണ്ടു. അല്ലല്ല, മമിത മറ്റേ എന്തോ ഒരു ഉദ്ഘാടനം എന്തോ പരിപാടിക്ക് വന്നപ്പോൾ അവിടെ വെച്ച് മറ്റേ മിഥുൻ ചോദിച്ചപ്പോൾ മമിത പറഞ്ഞാണ്, പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു റിസൾട്ട് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, എന്നാൽ റിസൾട്ട് വന്നിട്ടേ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും എന്നുള്ളത്. ജനനായകനാകുമോ, കാരണം വേറെ ഫാൻസുകാർ വോട്ട് ചെയ്തില്ലെങ്കിലോ എന്ന് ഓർത്തായിരിക്കും. സോ നമുക്ക് ജനനായകന്റെ ഫസ്റ്റ് റോൾ കാണാം. നെഞ്ചിൽ കുടിയിരിക്കും അണ്ണൻ. Not for power. ബാക്കി വായിച്ചില്ല. But for the people. ദളപതി, ആ വാളിലൊക്കെ ദളപതി നൽകിയിരിക്കുന്നു, അറിയാം. തീ ദളപതി കണ്ടോ, വാളിലൊക്കെ കണ്ടോ. കത്തി ആണ് ഞാൻ കാണിക്കുന്നത്. കത്തിയാണെന്ന് പറയാതെ പറയണം. എൻ്റെ ആദ്യ അക്ഷരം തന്നെ കത്തിയാണ്. ടൈറ്റിൽ ഡിസൈൻ ഭയങ്കര മോശം കേട്ടോ, ടൈറ്റിൽ ഡിസൈൻ ഭയങ്കര അമച്ചമാണ്. ജാനുവരി 9 അടുത്ത വർഷം വെച്ചാണ് നിൽക്കുന്നത്. അതല്ല, അത് പുള്ളി സെൽഫി എടുക്കുന്ന വീഡിയോ, ഫോട്ടോ, പഴയ സെൽഫി എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഓൾറെഡി ഒരു ഫോട്ടോ ആയിട്ട് ഫസ്റ്റ് ഒരു ട്രെൻഡായിരുന്നു സംഭവം. ഫസ്റ്റ് മറ്റേ ഔട്ട്ലൈൻ കാണുമ്പോൾ ഒരു പയ്യൻ്റെ ഒരു ഫീൽ. പയ്യനല്ല, അത് തളപതിയാണ്. ആ ടൈറ്റിൽ ഡിസൈൻ വളരെ മോശമാണ് കേട്ടോ. എനിക്കത് ആദ്യം ഇവരുടെ ഡിസൈനിങ്ങിൽ തന്നെ ടൈറ്റിൽ ഡിസൈൻ കുറച്ച് ശോകമായിരുന്നു. അപ്പോൾ തളപതിയുടെ ഫസ്റ്റ് റോറിൻ്റെ ഇത് ഭഗവത് കേസരിയുടെ റീമേക്കാണ്. അല്ല, ഈ ഭഗവത് കേസരിയിൽ നിന്ന് ഒരു സീക്വൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ പല പല അഭ്യൂഹങ്ങളാണ് ഉണ്ടാകുന്നത്. 4 കോടി രൂപയ്ക്ക് ഭഗവത് കേസരിയുടെ റൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇവർ എന്നാണ് പറയുന്നത്. അപ്പോൾ 4 കോടിക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സീക്വൻസ് കാണത്തുള്ളൂ. 4 കോടി അത് റൈറ്ററിന് കിട്ടുമോ? എന്തുവാ 4 കോടിക്ക് റീമേക്ക് റൈറ്റ്സാ പോകുന്നത്. അത് 4 കോടി അതറിയത്തില്ല. റൈറ്റ്സ് ഈ ഭഗവത് കേസരിക്കകത്തും ബാലയ്യ പോലീസുകാരനായിട്ടൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്ക് ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇതിന്റെ തമ്മനയില് പുള്ളി ഇരിക്കുന്ന ഇതില്ലേ, ഇതേപോലെ ഭഗവത് കേസരിക്കകത്ത് പുള്ളി ഇരിക്കുന്നുണ്ട്. പുള്ളിയുടെ കയ്യിരിക്കുന്ന വെപ്പൺ മറ്റേ സ്ക്രാപ്പിൽ നിന്ന് പുള്ളി ഒരു സാധനം ഉണ്ടാക്കി എടുക്കുമല്ലോ. അങ്ങനെ ഈ അതിനകത്ത് ഈ പറയുന്ന പോലെ തുടക്കം എഴുതി കാണിക്കുന്ന പോലെ ഇത് തളപതി ചേട്ടാ ആക്ച്വലി അതിൻ്റെ കൺസെപ്റ്റ് എടുത്ത് വെച്ച് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ ഒരു ബെറ്റർ വേർഷൻ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റും. എച്ച് വിനോദിന് അത് പറ്റും. അതായത് കോറല്ല, ഇതിനകത്ത് ഒരു എലമെൻ്റ് എടുക്കും. അതായത് ഇതുപോലെ പോലീസുകാരനും പിന്നീട് ഒരു എക്സ് പോലീസുകാരെന്നുള്ള ലൈനിലേക്ക് മാറ്റിയിട്ട് ഈ മമിതയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ശ്രീലീല ചെയ്ത ക്യാരക്ടറിന് സിമിലർ ആയിരിക്കും. സോ ആ സിനിമയിൽ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, പുള്ളി ഗുഡ് ടച്ചിനെ പറ്റിയും ബാഡ് ടച്ചിനെ പറ്റിയും. ആ സീക്വൻസും ആ പടം കണ്ടതിന് ശേഷം തളപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സീക്വൻസ്. അപ്പോൾ അത് സിനിമയിൽ പറയണം, പുള്ളിയുടെ സിനിമയിൽ ആ സാധനം പറയണം എന്ന് പറഞ്ഞാണ് ആ പടത്തിന് റൈറ്റ്സ് വാങ്ങിച്ചതെന്നാണ് ഇവർ പറയുന്നത്. സോ എത്രത്തോളം ഭഗവത് കേസരി ഉണ്ടെന്നുള്ളത് നമുക്ക് ട്രെയിലറോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അറിയാൻ പറ്റും. പുള്ളിയുടെ ഈ രാഷ്ട്രീയ ജീവിതത്തിനെ ബൂസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സിനിമകളുടെ എലമെന്റ്സ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് പടങ്ങളിലുണ്ട്. അതിൻ്റെ ഏറ്റവും പീക്ക് വേർഷൻ ഇതിനകത്തായിരിക്കണമല്ലോ വരേണ്ടത്. അതായത് എനിക്ക് ഭയങ്കര ഒരു ചെറിയൊരു എന്താ പറയുക, ഇതിൻ്റെ രസകര സംഭവം മറ്റേ ഭഗവത് കേസരിയിൽ ഒരു സീനിൽ മറ്റേ പൊളിറ്റിക്സിൽ ഇറങ്ങുന്നതിനെ പറ്റി എന്തോ ഒരു ഡയലോഗുണ്ട് ഭഗവത് കേസരിക്കകത്ത്. ഓർമ്മയുണ്ടോ നിനക്ക്? ഒരു ഫൈറ്റ് സീൻ ഉണ്ടോ ഒരു ടണലിനകത്ത് അവിടെ വെച്ചിട്ടൊരു ഡയലോഗുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട സംഭവം. കടുവയെ പിടിച്ച കാര്യം പറഞ്ഞത് എന്തോ ഇത് കഥ പറയുന്ന സമയത്ത്. അപ്പോൾ അവിടെ ആ ഒരു പൊളിറ്റിക്കൽ എലമെന്റ് ഉണ്ടല്ലോ അതേ സാധനത്തിന്. അപ്പോൾ ഇവിടെ അതിനെ കുറച്ചുകൂടെ കംപ്ലീറ്റ്ലി, അതായത് ആ ഭഗവത് കേസരിയുടെ ട്രാക്ക് മൊത്തത്തിൽ എടുക്കാതെ ആ വില്ലൻ്റെ ട്രാക്കോ അതെല്ലാം മാറ്റിയിട്ട് ഇവർ കംപ്ലീറ്റ്ലി അതിൻ്റെ സ്കെൽട്ടൺ വെച്ചുകൊണ്ട് ഒരു പുതിയ പടം എന്നുള്ള ലൈനായിരിക്കണം ചിലപ്പോൾ ഇവരുടെ
ഒരു ഉദ്ദേശം തോന്നും. പിന്നെ തളപതിയുടെ പടമാണല്ലോ, സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ ഓളമായിരിക്കും. ഇത് ആക്ച്വലി പുള്ളിയുടെ ഒരു ക്ലാസിക് ലുക്കാണ്. ഇപ്പൊ കഴിഞ്ഞ ലിയോ അല്ലേ ലാസ്റ്റ് പടം? ലിയോയ്ക്ക് ഗോട്ട് എനിക്ക് വർക്കായില്ല, ആർക്കും വർക്കായില്ല. ലിയോ ആണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പടമായിട്ട് വന്ന സാധനം. അതെ ഈ അടുത്ത ഇറങ്ങിയ പടങ്ങളിൽ ഭയങ്കര റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ളൊരു സിനിമയാണ് ലിയോയുടെ സെക്കൻഡ് ഹാഫിനെ പറ്റി ഇങ്ങനെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനെ പറ്റി ഭയങ്കര മോശം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ സിനിമ റിപ്പീറ്റ് വാച്ചാണ്. ഇപ്പോൾ എനിക്കും ആ ഫ്ലാഷ് ബാക്ക് പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും ആ സിനിമ എനിക്ക് ഓക്കെയാണ്, ഞാനത് ആസ്വദിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടീസർ ഉണ്ടാവും. ഏതായാലും അടുത്ത വർഷം ജനുവരിയിലാണ് റിലീസ്. സോ സമയമുണ്ട് അല്ലേ? അപ്പോൾ ടീസർ വരും, ഇത്രയും നേരത്തെ കുറച്ചധികം മെറ്റീരിയൽ വരും ഡെഫിനറ്റ്ലി. കാര്യം ഇത് പുള്ളിയുടെ ഒരു ഇപ്പോഴത്തെ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ തളപതിയുടെ ലാസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, ഇപ്പം വരേക്കും. അത് തന്നെ വലിയ മാർക്കറ്റിംഗ്, അത് തന്നെ വലിയൊരു മാർക്കറ്റിംഗ്. അപ്പം ഈ ഇതുവരെ കാണാത്തവരൊക്കെ പോയി തിയേറ്ററിൽ പോയി പടം കാണാൻ വേണ്ടി ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ളൊരു വലിയ എലമെന്റ്. ഈ പടം 1000 കോടി അടിച്ചാലും അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ആക്ച്വലി നോർത്ത് ഇന്ത്യയിലും കുറച്ചധികം ഫാൻ ബേസ് ഉണ്ട്. അതെ ഇവർക്ക് ബേസിക്കലി ഇതുവരെ ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ആണ് ഈ ടച്ച് ചെയ്യാൻ. ലിയോ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ആയുധം. പിന്നെ പക്ഷേ ഇപ്രാവശ്യം അവർ കൂലി വെച്ചടിക്കും എന്നുള്ള ലൈനിലാണ് നിൽക്കുന്നത്. കാരണം കൂലിയിൽ അതുകൊണ്ടാണ് ഈ അമീർ ഖാനെ പോലുള്ള ആൾക്കാരെയൊക്കെ ഇവർ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ നോക്കാം. അത് ലീക്കായ പോലെ അല്ലല്ലോ അല്ലേ? അല്ലല്ല, അത് ഒരാളി പറഞ്ഞു. അല്ല, അമീർ ഖാൻ പറഞ്ഞാണ്. അമീർ ഖാൻ പറഞ്ഞു. ബട്ട് അത് അല്ല, ആദ്യം ലീക്കായിരുന്നു. ആണോ? ആ, അതിന് മുമ്പ് ലീക്കായി. ആദ്യമേ ഈ സാധനം ഇങ്ങനെ അമീർ ഖാനുമായിട്ട് ടോക്ക് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അമീർ ഖാൻ്റെ എല്ലാ ഇന്റർവ്യൂവിനും ചോദിക്കാൻ തോന്നുന്നു. ഒരു ദിവസം പുള്ളി അത് ഓപ്പൺ ആയിട്ടങ്ങ് പറഞ്ഞു. അത് അനുപമ ചോപ്രയുടെ ഒരു ഇന്റർവ്യൂല്. അല്ലല്ല, മറ്റേ പുള്ളിയാണ്. സോറി ഭരദ്വാജ് ശങ്കറിന്റെ ഇന്റർവ്യൂ. അല്ലല്ല, ആദ്യം പറഞ്ഞത് അനുപമ. ആണോ?